ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. നമുക്കതിൻ്റെ ഫ്രണ്ടും ബാക്കും ഷോക്കിൻ്റെ പെർഫോമൻസ് അത്ര ക്ലിയർ അല്ലാത്തതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ബാക്കിലത്തെ ഷോക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് അല്ല ബാക്ക് സൈഡ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പുതിയത് സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ അതിൻ്റെ പഴയ ഷോക്ക് കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ രണ്ടും എടുത്ത് ആക്ഷൻ ആക്കി നോക്കുമ്പോൾ ആക്ഷനിൽ ഒരല്പം ഹാർഡാണ് ഈ വന്ന ഷോക്ക് കേട്ടോ. കുറച്ച് ഒരുപാട് പ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ലോഡ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് വർക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പുതിയത് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണെന്ന് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. കംപ്ലൈൻറ്റ് നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കറക്റ്റ് നോക്കാം. നമുക്കതിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 966 രൂപ നമുക്കതിന് കോസ്റ്റ് വന്നു കേട്ടോ. 966 രൂപയാണ് ഷോക്കിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്കും അതേപോലെ തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഓയിലൊക്കെ നല്ലോണം കട്ടിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അത്ര ഒരു സ്റ്റെപ്പ് പോലെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാനതൊന്ന് അഴിച്ചിട്ടുണ്ട്. വേറെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ ഫോർക്കിൻ്റെ ഓയിൽ മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ബോഡി പാർട്സൊക്കെ അഴിച്ചിട്ട് വേണം റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കവറൊക്കെ അഴിച്ച് വെക്കേണ്ടി വന്നത് കേട്ടോ. ഇപ്പോൾ ബാക്ക് ഷോക്ക് അഴിക്കണമെന്നുണ്ടെങ്കിലും ബാക്കിലത്തെ ബോഡിയൊക്കെ ഇറക്കിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അഴിക്കേണ്ടി വന്നേക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഏകദേശം വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം. അതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ.